സക്കാത്തിനെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. അത് ഇതിനോട് ചേർത്താണ് പറയുന്നത്, നമസ്കാരത്തോട് ചേർത്താണ് അള്ളാഹ് പറഞ്ഞത്. എങ്ങനെയാണ്? ഖുർആനിന്റെ 30ഓളം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്തിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞു. അതിൽ 27 എണ്ണവും അള്ളാഹ് പറഞ്ഞത് നമസ്കാരത്തോട് ചേർത്താണ്. നിസ്കരിക്കുന്നവരാണോ നിങ്ങൾ സക്കാത്ത് കൊടുക്കണം, അല്ലേ? നിസ്കരിക്കുക ഉസ്താദേ, സക്കാത്തിനെ കുറിച്ച് മാത്രം മിണ്ടരുത്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞാൽ, അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം അബൂബക്കർ തങ്ങൾ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി ഏതാണ്? പലരും ഇസ്ലാമിൽ നിന്ന് പോയി. വഫാത്തോടെ, പ്രവാചകന്റെ വഫാത്തോടെ പലരും ദീൻ വിട്ടു. പലരും അഡ്ജസ്റ്റ്മെന്റ് ദീനായി പലർക്കും. അബൂബക്കറെ, ഞങ്ങൾ നിസ്കരിക്കാം, നോമ്പ് പിടിക്കാം, സക്കാത്ത് കൊടുക്കാൻ മാത്രം പറയല്ലേ, അല്ലേ? സക്കാത്ത് കൊടുക്കാൻ മാത്രം പറയല്ലേ, അതിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കി തരണം. നിസ്കരിക്കുന്നവരാണോ നിങ്ങൾ സക്കാത്ത് കൊടുത്തേ മതിയാവും. സക്കാത്ത് കൊടുക്കാത്തവന്റെ നമസ്കാരം ശരിയല്ല എന്നാണ് ഹബീബായി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു മനസ്സിലാക്കി തന്നത്. സക്കാത്ത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു ദാരിദ്ര്യ നിർമാർജന മാർഗം മാത്രമാണ്. അത് നമ്മൾ കൃത്യമായി കൊടുക്കണം, നമ്മുടെ സമൂഹത്തിൽ തന്നെ കൊടുക്കണം. അതിന്റെ കൃത്യമായ ആളുകളെ കണ്ടെത്തി അവർക്ക് കൃത്യമായിട്ട് അത് കൊടുക്കണം. അവരുടെ പ്രയാസങ്ങളെ ദൂരീകരിച്ചു കൊടുക്കുക എന്നുള്ള നമ്മുടെ ഒരു ബാധ്യതയാണ്. അത് ഈ സമൂഹം ഏറ്റെടുക്കേണ്ടുന്ന ഒരു ബാധ്യതയാണ്. സക്കാത്തിന്റെ കണക്ക് നോക്കിയാൽ ചെറിയ പൈസ നമ്മൾ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും, ചെറിയ പൈസ. പക്ഷെ അങ്ങനെ പോലും നമ്മൾ നോക്കൂല. കാരണം സമ്പത്ത് കുറഞ്ഞു പോകുമോ എന്ന് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഭയമാണ്. ആ ഭയമാണ് നമ്മുടെ ജീവിതത്തിൽ പല തകർച്ചകളും നമുക്ക് സമ്മാനിച്ചത്. ഈ ഭയമാണ്. പോകും അശ്ശൈത്താനു യഅദുകുമുൽ ഫഖറ വയഉമുറുകും ബിൽ ഫഹ്ശാ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, പിശാച് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ദാരിദ്ര്യത്തെ തൊട്ട് ഭയം ഇട്ടു തന്നുകൊണ്ടേയിരിക്കണം. കൊടുക്കല്ലേ എന്ന് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ, ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ പിശാച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, പാടില്ല. സദക്ക കൊടുക്കും വാരിക്കോരി, പക്ഷെ സക്കാത്ത് നമ്മൾ കൊടുക്കൂല.